നമസ്കാരം. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം. കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു വിശദീകരണം നൽകൽ. ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖേന അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന ചോദ്യവും ശക്തമാകുന്നു. 2023 മെയ് 20 മുതൽ 22 വരെയാണ് തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പ് നടന്നത്. ക്യാമ്പിനിടെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തോടെയാണ് വിവാദം ശക്തമാകുന്നത്. സതീശന്റെ ആക്ഷേപത്തിന് പിന്നാലെയാണ് ADGP മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചത്. ഒപ്പം പഠിച്ച ഒരു സുഹൃത്തിന്റെ ക്ഷണപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് വിശദീകരണം. സുഹൃത്ത് മുഖേനയായിരുന്നു വിജ്ഞാൻ ഭാരതി നേതാവായ ജയകുമാറിനെ നേരത്തെ പരിചയപ്പെട്ടത്. ജയകുമാറിന്റെ കാറിലായിരുന്നു ഹോട്ടലിലെത്തിയുള്ള കൂടിക്കാഴ്ച. സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് വിശദീകരിച്ചത്. പക്ഷേ വിശദീകരണത്തിന് ശേഷവും കൂടിക്കാഴ്ചയിലെ ദുരൂഹതകൾ ഒരുപാട് ബാക്കിയുണ്ട്. RSS ജനറൽ സെക്രട്ടറിയെ ADGP MR അജിത് കുമാർ കാണാൻ തീരുമാനിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു? ഔദ്യോഗിക വാഹനം വിട്ട് RSS നേതാവ് ജയകുമാറിന്റെ വാഹനത്തിൽ എന്തിന് തൃശൂരിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയത്? ഔദ്യോഗിക വാഹനത്തിലെ ലോഗ് ബുക്കിൽ നിന്നും യാത്ര ഒഴിവാക്കാനായിരുന്നു ഈ നീക്കം. പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കും വരെ കൂടിക്കാഴ്ച രഹസ്യമാക്കി വയ്ക്കാൻ ADGP ശ്രമിച്ചുവെന്ന് വ്യക്തം. അജിത് കുമാർ മാത്രമല്ല സംശയ നിഴലിൽ. RSSനെ മുഖ്യ ശത്രുവായി കാണുന്ന CPM മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. ADGPയുടെ സന്ദർശനം ഇന്റലിജൻസ് മുഖേന മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അജിത് കുമാറിന്റെ വിശദീകരണം ദുർബലമായിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇനിയും അത് വിശ്വസിക്കുന്നത്? അജിത് കുമാറിനെതിരായ PV അൻവറിന്റെ പരാതിയിൽ പൂരം കലക്കിയതും പറയുന്നുണ്ട്. DGP തല അന്വേഷണ പരിധിയിൽ വിവാദ കൂടിക്കാഴ്ചയും അന്വേഷിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.